അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് മെൻറ്റർ മെൻറ്റി മാപ്പിംഗ് ആണ്. നമ്മൾ മെൻറ്റേഴ്സിനെ ഓരോ ക്ലാസ്സിലും ഏത് ടീച്ചറാണോ കൈകാര്യം ചെയ്യുന്നത് ടീച്ചറും ആ ടീച്ചർക്ക് ഏതൊക്കെ കുട്ടികളാണെന്നുള്ളത് കൊടുക്കേണ്ടതും HM ലോഗിലാണ്. HM ആണ് അത് ചെയ്യേണ്ടത്. മെൻറ്റർ മെൻറ്റി മാപ്പിംഗ് എന്നുള്ള ഓപ്ഷനിലാണ്. മെൻറ്റർ മെൻറ്റി മാപ്പിംഗ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ടീച്ചേഴ്സ് ലിസ്റ്റ്. നമ്മൾ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ ലിസ്റ്റ് ഇതുപോലെ ഗ്രീൻ കളറിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അപ്രൂവ് ചെയ്താലാണ് ഇതുപോലെ ഗ്രീൻ കളർ കാണിക്കുക. അപ്പോൾ ഇങ്ങനെ ഗ്രീൻ കളർ കാണിക്കുന്നതൊക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അപ്രൂവ് ചെയ്തു എന്നുള്ളതാണ്. ഇനി അങ്ങനെ ടീച്ചേഴ്സിനെ കാണുന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് സിങ്ക്രണൈസ് സമ്പൂർണ്ണ കൊടുക്കുക. അതിനുശേഷം ആദ്യം ടീച്ചർ ലിസ്റ്റിൽ നിന്ന് മെൻറ്റർ ലിസ്റ്റിലേക്ക് എന്ത് ചെയ്യണം, ടീച്ചറെ മാറ്റണം. അതിനുള്ള ബട്ടണാണിത്. ഇവിടെ കാണുന്നത് ആരോ മാർക്ക് ആഡ് ടു ടീച്ചർ. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെൻറ്റർ ലിസ്റ്റിലേക്ക് ടീച്ചർ വന്നു. അപ്പോൾ ഈ അധ്യാപകന് ഏതെല്ലാം സ്റ്റുഡൻസിനെ വേണം അല്ലെങ്കിൽ ഏതെല്ലാം ക്ലാസ്സിലാണ് ചാർജ് അല്ലെങ്കിൽ ഏത് ക്ലാസ്സിലെ കുട്ടികളെ വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തീരുമാനിക്കാം. ആദ്യം ടീച്ചർ ലിസ്റ്റിൽ നിന്ന് മെൻറ്റർ ലിസ്റ്റിലേക്ക് മാറ്റുക. അതിനുശേഷം ക്ലാസ് സെലക്ട് ചെയ്യുക. അതുപോലെ ഡിവിഷനും സെലക്ട് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി സ്റ്റുഡൻസ് ലിസ്റ്റിൽ കുട്ടികൾ വരും. 3A ക്ലാസ്സിലെ കുട്ടികൾ ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. ഈ കുട്ടികളെ മുഴുവനായിട്ട് ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ ഈ കാണുന്ന വൈറ്റ് ആരോ ആഡ് ഓൾ സ്റ്റുഡൻസ് ടു മെൻറ്റീസ് ലിസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻസ് മൊത്തം ഈ ഭാഗത്തേക്ക് വരും. മെൻറ്റീസിൻ്റെ ലാംഗ്വേജ് ടീച്ചേഴ്സിനാണെങ്കിൽ സെലക്റ്റഡ് സ്റ്റുഡൻസ് വേണ്ടി വരും. അപ്പോൾ അവിടുന്ന് ഓരോ സ്റ്റുഡൻസിനെ ഇതുപോലെ ഇങ്ങനെ ആവശ്യമുള്ള സ്റ്റുഡൻസിന് മാത്രം ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ മെൻറ്റീസിൻ്റെ ലിസ്റ്റിലേക്ക് വരും. മുഴുവൻ കുട്ടികളെയും മാറ്റണമെങ്കിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ മെൻറ്റർക്ക് 3A ക്ലാസ്സിൽ ഇത്രയും കുട്ടികളായി. അതിനുശേഷം താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സേവ് ബട്ടൺ ഉണ്ട്. ഈ സേവ് കൊടുത്താലുള്ളൂ ഈ അധ്യാപകന് പേഴ്സണൽ ലോഗിൽ ഇത്രയും കുട്ടികളെ കാണും, അവരുടെ അസസ്മെൻറ്റ് നടത്താൻ കഴിയും. അപ്പോൾ അതിനകത്ത് സേവ് എന്ന് കൊടുക്കുക. ഇനി ഇതേ അധ്യാപകന് മറ്റൊരു ക്ലാസ്സിലും കൂടെ ചാർജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലാസ് സെലക്ട് ചെയ്യുക. മെൻറ്റർ ലിസ്റ്റിൽ അധ്യാപകനെ തന്നെ നിലനിർത്തിയിട്ട് അടുത്തൊരു ക്ലാസ്സും കൂടെ ഇതുപോലെ സെലക്ട് ചെയ്യുക. ഈ സ്റ്റുഡൻസിനെയും എന്ത് ചെയ്യുക, ഈ ലിസ്റ്റിലേക്ക് മാറ്റുക. ഇവിടെ ഇപ്പോൾ 24 3A ക്ലാസ്സിൽ. ഈ സ്റ്റുഡൻസിനെ അങ്ങോട്ട് മാറ്റുന്ന സമയത്ത് 41 ആയിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് കുഴപ്പമില്ല. പേഴ്സണൽ ലോഗിനിൽ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. സേവ് കൊടുക്കണം. അപ്പോൾ ഈ രീതിയിലാണ് മെൻറ്റർ മെൻറ്റി മാപ്പിംഗ് നടത്തുന്നത്. ഇങ്ങനെ ഓരോ ടീച്ചേഴ്സിനും സ്കൂളിലുള്ള മുഴുവൻ ടീച്ചേഴ്സിനും അതത് ക്ലാസ്സുകൾ അലോട്ട് ചെയ്ത് കൊടുക്കണം. അത് ഈ രീതിയിലാണ്. ഇനി അടുത്തൊരു ടീച്ചറെ അങ്ങോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ടീച്ചർ ഇവിടെ ക്ലോസ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ടീച്ചർ മെൻറ്റർ ലിസ്റ്റിൽ നിന്ന് ടീച്ചർ ലിസ്റ്റിലേക്ക് വരും. അടുത്തൊരു ടീച്ചർ എന്ത് ചെയ്യുക, ഇതുപോലെ ആഡ് ചെയ്യുക. അദ്ദേഹത്തിന് അലോട്ട് ചെയ്യുന്ന ക്ലാസ് ഇതുപോലെ സ്റ്റുഡൻസ് ലിസ്റ്റിൽ നിന്ന് എടുത്ത് ക്ലാസ്സും ഡിവിഷൻ സെലക്ട് ചെയ്തിട്ട് ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം മെൻറ്റീസിൻ്റെ ലിസ്റ്റിലേക്ക് കൊണ്ടുവരിക. താഴത്ത് സേവ് ബട്ടണ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലാണ് മെൻറ്റർ മെൻറ്റി മാപ്പിംഗ് നടത്തുന്ന രീതി. ഇനി UP ക്ലാസ്സുകളിൽ അതുപോലെ അറബിക്ക്, സംസ്കൃതം പോലെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ടീച്ചേഴ്സിന് സബ്ജക്റ്റ് ആയിരിക്കും. LP തലത്തിലാകുന്ന സമയത്ത് ക്ലാസ് ടീച്ചർ സിസ്റ്റം ആയതുകൊണ്ട് എല്ലാ മേഖലയും കുട്ടിയുടെ എല്ലാ മേഖലയും ക്ലാസ് ടീച്ചറാണ് അടയാളപ്പെടുത്തേണ്ടത്. മീൻസ് ക്ലാസ് ടീച്ചർ സിസ്റ്റം ആണെങ്കിൽ UP തലത്തിലാകുന്ന സമയത്ത് സബ്ജക്റ്റ് വൈസ് ആയിരിക്കും. അപ്പോൾ ഓരോ സബ്ജക്റ്റാണ് ഓരോ ടീച്ചേഴ്സിന് അലോട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അത് ചെയ്യുന്ന രീതിയാണ് അടുത്തത്. ഇതേ ആരോ മാർക്കിൻ്റെ തൊട്ടടുത്ത് ഒരു സെറ്റിങ്സിൻ്റെ ബട്ടൺ കാണാം. സെറ്റിങ്സ് എന്നുള്ള ബട്ടണ് മാനേജ് മെൻറ്റർ എന്നുള്ളത് ജസ്റ്റ് ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ മെൻറ്റർ മെൻറ്റി മാപ്പിംഗ് നടത്തിയ കുട്ടികളുടെ ലിസ്റ്റ് ഈ ഭാഗത്ത് കാണാം. ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം, അപ്പോൾ ഇദ്ദേഹം ക്ലാസ് എടുക്കുന്നത് 3A ക്ലാസ്സിൽ ഇവിടെ അലോട്ട് ചെയ്തിട്ടുണ്ട് 24 കുട്ടി. ഈ മെൻറ്റർക്ക് നേരെ കാണുന്ന അല്ലെങ്കിൽ ആ ക്ലാസ്സിന് നേരെ കാണുന്ന ഈ എഡിറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴത്ത് വന്നു കഴിഞ്ഞാൽ 3Aയിൽ സബ്ജക്റ്റ് ഏതാണെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഭാഷ, ഇംഗ്ലീഷ്, ഗണിതം, സാമൂഹ്യാബോധം മീൻസ് EVS അല്ലെങ്കിൽ സോഷ്യൽ. ഇങ്ങനെ ഓരോ ഭാഷയുണ്ട്. സംസ്കൃതമാണെങ്കിൽ സംസ്കൃതം ഏതാണോ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അപ്ഡേറ്റ് കൊടുക്കുക. ഇപ്പോൾ 2A ക്ലാസ്സിൽ ഇംഗ്ലീഷാണ് കൈകാര്യം ചെയ്യുന്നത്. 3A ക്ലാസ്സിൽ ഈ രീതിയിൽ ഇപ്പോൾ UP തലത്തിലാകുന്ന സമയത്ത് അവർക്ക് ഏതാണോ സബ്ജക്റ്റ് ആ സബ്ജക്റ്റ് എന്ത് ചെയ്യാം, ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. എഡിറ്റ് ബട്ടൺ ഉപയോഗിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക.
ഇതും HM ലോഗിൽ HM ചെയ്ത് കൊടുക്കണമെങ്കിൽ മാത്രമേ ടീച്ചേഴ്സിന് അവിടെ മാർക്ക് ചെയ്യാൻ കഴിയും. 1 2 ഇതുപോലെ ചേർക്കാം. അല്ലെങ്കിൽ അതുപോലെ ക്ലാസ് ടീച്ചർ, ഒരു ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറാകാൻ കഴിയില്ല. ഇതുപോലെ 2 3 ക്ലാസ്സിൽ ക്ലാസ് ടീച്ചറാകാൻ കഴിയില്ല. അറ്റ് എ ടൈം ഒരു ക്ലാസ്സിൽ ക്ലാസ് ടീച്ചറും കൂടെ ടിക്ക് ചെയ്ത് കൊടുക്കുക ഈ ഭാഗത്ത്. ഇതാണ് മെൻറ്റർ മെൻറ്റി മാപ്പിങ്ങും സബ്ജക്റ്റ് അലോട്ട് ചെയ്യുന്നതും. അറബിക് അധ്യാപകരാണെങ്കിൽ, ഹിന്ദി അധ്യാപകരാണെങ്കിൽ, സംസ്കൃതം പോലെ അധ്യാപകരാണെങ്കിൽ എത്ര ക്ലാസ് ഉണ്ടോ അത്രയും ക്ലാസ് ഇതുപോലെ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അവർക്ക് ആ സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക.